നമ്മുടെയൊക്കെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് തന്നെ മറഞ്ഞുപോയ നമ്മുടെ ആരൊക്കെയോ ആയിരുന്ന കലാഭവൻ മണിയെ എല്ലാവരും മറന്നുപോയോ? 2016 മാർച്ച് 6-നായിരുന്നു കലാഭവൻ മണിയുടെ മരണവാർത്ത കേരളക്കര ഒരു ഞെട്ടലോടെ കേട്ടത്. വിശ്വസിക്കുവാൻ നന്നേ പണിപ്പെട്ടു മലയാളക്കര. നീണ്ട 9 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കലാഭവൻ മണി ഇവിടെ എവിടെയൊക്കെയോ ഉണ്ടെന്നൊരു തോന്നലാണ് മലയാളിക്കരയിലെ ഓരോ ജനങ്ങൾക്കിടയിലുമുള്ളത്. ഒരു മിമിക്രി താരമായാണ് കലാഭവനിലേക്ക് മണിയുടെ അരങ്ങേറ്റം. അവിടെ നിന്ന് അക്ഷരം എന്ന സിനിമയിലേക്ക്, പിന്നീടങ്ങോട്ട് സല്ലാപം, അങ്ങനെ ഒട്ടുമിക്ക നിരവധി കഥാപാത്രങ്ങളിലൂടെ മണി ഓരോ മലയാളികളുടെയും ഹൃദയങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു. മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും വിവാഹത്തിന് മുന്നിട്ട് നിന്നതും കലാഭവൻ മണി തന്നെ. ഇന്ന് മണി ജീവിച്ചിരുന്നു എങ്കിൽ മഞ്ജു വാര്യരും ദിലീപും ഒരുമിച്ച് തന്നെ ജീവിക്കുമായിരുന്നു എന്നാണ് ജനസംസാരം. അത്രയ്ക്ക് ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഇരുവരും. ഓരോ സിനിമയിലും മണിയുടെ പ്രകടനങ്ങൾ വ്യത്യസ്ത രൂപങ്ങളിലായിരുന്നു, ആരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ളത്. അതിനുദാഹരണങ്ങളാണ് വാസന്തിയും ലക്ഷ്മിയും ഞാനും, കരുമാടിക്കുട്ടൻ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ. ഈ പാവം മനുഷ്യൻ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഒത്തിരി പട്ടിണി പാവങ്ങളുടെ വിശപ്പകറ്റാൻ ഒരു കാരണക്കാരനാകുമായിരുന്നു. അതിനുദാഹരണമാണ് ഓരോ ദിവസവും കലാഭവൻ മണിയുടെ വീട്ടുമുറ്റത്ത് എത്തുന്ന പട്ടിണി പാവങ്ങൾ. പട്ടിണിയിരുന്നവനല്ലേ വിശപ്പിൻ്റെ വില അറിയൂ. ആ വില അറിയുന്നവൻ്റെ വീട്ടുമുറ്റത്തേക്കാണ് ഒരു പറ്റം പാവപ്പെട്ട മനുഷ്യർ ഓടിയെത്തുന്നത്. ഒരിക്കലും ഒരാളെപ്പോലും വെറും കൈയോടെ വിടുകയുമില്ല കലാഭവൻ മണി. ആ ബോധമുള്ളതുകൊണ്ടാണ് രാത്രി ഏറെ വൈകിയും എത്തുന്ന കലാഭവൻ മണിയെ കാണുവാൻ ആ വീട്ടുമുറ്റത്തേക്ക് ഒരുപാട് പേർ എത്തുന്നത്. കലാഭവൻ മണിയുടെ ഭാര്യ നിമ്മിയും അതിന് താങ്ങും തണലുമായി ഒപ്പം കൂടെ നിന്നു. തൻ്റെ മകളൊരു ഡോക്ടറായി കാണണമെന്നത് തൻ്റെ ഒരു വലിയ സ്വപ്നമാണെന്ന് കലാഭവൻ മണി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. മലയാളം മാത്രം സംസാരിക്കാൻ അറിഞ്ഞിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഈ 10ാം ക്ലാസ്സുകാരൻ എത്രയെത്ര ഭാഷകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. സ്വന്തം കഠിനാധ്വാനത്തിലൂടെ മാത്രം നേടിയെടുത്ത, എന്നാൽ പലർക്കും കഴിവുണ്ടായിട്ട് നേടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് അദ്ദേഹം ഒറ്റയ്ക്ക് നേടിയെടുത്തത്. കരുമാടിക്കുട്ടൻ എന്ന സിനിമ കണ്ടാൽ കണ്ണ് നിറയാത്തവരായി ആരുമുണ്ടാവില്ല. എത്ര നാച്ചുറലായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ചുരുക്കം നടന്മാർക്കാണ് ഈ കഴിവുകളുള്ളത്. 1995 മുതൽ 2016 വരെ മണി സിനിമയിൽ സജീവമായിരുന്നു. 1999 ഇറങ്ങിയ വാസന്തിയും ലക്ഷ്മിയും എന്ന സിനിമയിൽ രാമു എന്ന കഥാപാത്രത്തിനാകട്ടെ ജൂറിയുടെ പ്രത്യേക അവാർഡും ലഭിച്ചു. മലയാള ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രത്യേക ജൂറി അവാർഡ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നടനായിരുന്നു കലാഭവൻ മണി. തന്നാൽ കഴിയുന്ന എന്തു സഹായവും ചെയ്യുവാൻ മണി ആത്മാർത്ഥമായി പ്രയത്നിച്ചു. സിനിമയിൽ നിന്ന് തനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അദ്ദേഹം ഒരു പങ്ക് തന്നെ കഷ്ടപ്പെടുന്നവർക്കായി മാറ്റിവെച്ചിരുന്നു. തന്നെ കാണുവാൻ തൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തുന്നവർ വെറും കൈയോടെ മടങ്ങരുതെന്ന് കലാഭവൻ മണിക്ക് നിർബന്ധമായിരുന്നു. ഒരു നടൻ മാത്രമായിരുന്നില്ല കലാഭവൻ മണി. നല്ല കൂട്ടുകാരനോ സഹോദരനോ വീട്ടിലെ ഒരംഗമായിരുന്നു. സിനിമയിൽ അദ്ദേഹം വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്രയും നല്ല ഒരു കലാകാരനെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഒരുപാട് ആരാധകരെ മണി സ്വന്തമാക്കി. മണിയുടെ നാടൻ പാട്ടുകൾ ഇന്നും പാടിക്കൊണ്ടേയിരിക്കുന്നു. പ്രശസ്തിയുടെ കൊടുമുടി അദ്ദേഹം കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ നാടിനെയും നാട്ടുകാരെയും സാധാരണക്കാരെയും മണി നെഞ്ചോട് ചേർത്തു. ആ മഹാനായ കലാകാരൻ മൺമറഞ്ഞിട്ട് ഇന്നേക്ക് 9 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കരുത്തുറ്റ വില്ലൻ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് തുണയായി. തമിഴിലെ സ്റ്റൈലിഷ് വില്ലനായാണ് മണി അറിയപ്പെട്ടത്. കലാഭവൻ മണിയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് തീരാ നോവായി ഇന്നും എന്നും നിലനിൽക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മണി മുന്നിട്ട് നിന്നു. കലാഭവൻ മണിയുടെ മരണശേഷം ആ ജീവിതത്തെ ആസ്പദമാക്കി വിനയൻ സംവിധാനം ചെയ്ത പടമാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമ. പല വിവാദങ്ങളും കലാഭവൻ മണിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും മണി തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തെ ജനങ്ങൾക്കറിയാമായിരുന്നു. കലാഭവനിലെ ട്രൂപ്പിലൂടെയാണ് മണി തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് അങ്ങനെ 250ഓളം വിവിധ സിനിമകളിൽ
ഭാഷകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല വില്ലൻ കഥാപാത്രങ്ങളും തനിക്ക് നന്നായി ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. എത്രയെത്ര വേഷങ്ങൾ ചെയ്താലും ഭാഷകളിൽ ചെയ്താലും കലാഭവൻ മണിക്ക് മലയാളികൾ കൊടുക്കുന്ന ആദരവ് ഒന്ന് വേറെ തന്നെയാണ്. ദുരൂഹതകൾ ഒരുപാട് ബാക്കിയായാണ് കലാഭവൻ മണി ഇവിടെ നിന്നും മൺമറഞ്ഞു പോയത്. എന്തായാലും സത്യം എന്നെങ്കിലും പുറത്തു വരുമെന്ന് നമുക്ക് ആശ്വസിക്കാം. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും കലാഭവൻ മണിക്ക് ഒരു സ്ഥാനമുണ്ടായിരുന്നു. മറ്റാർക്കും കിട്ടാത്ത ഒരു വലിയ സ്ഥാനം. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ തലമുറയുടെ മനസ്സിൽ എന്നും ജീവിക്കുന്ന ഒരു മുഖം തന്നെയാണ് കലാഭവൻ.